നമസ്കാരം. ഞാൻ ആരോമൽ ഹരി. 12 വർഷത്തിലേറെയായിട്ട് ഞാൻ തുള്ളൽ കലാമേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇത് 3 വർഷമായിട്ട് തുടരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. ഈ വർഷം എൻ്റെ തന്നെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ വെച്ചിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. അതിലതിയായിട്ടുള്ള സന്തോഷമുണ്ട്. കാര്യം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് വെച്ച് സ്റ്റേറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് മത്സരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് എൻ്റെ കുട്ടികളെ കൊണ്ട് എനിക്കിന്നിവിടെ പെർഫോം ചെയ്യാൻ സാധിച്ചു. അവരിലൂടെ എനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിൽ മത്സരിക്കാനല്ല, പെർഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ തുള്ളൽ അവതരിപ്പിക്കാനായിട്ട് അവസരം കിട്ടി. അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കുട്ടിയെ പങ്കെടുപ്പിക്കുന്നത് കോഴിക്കോട് വെച്ചിട്ട് നടന്ന 2022 കോഴിക്കോട് വെച്ചിട്ട് നടന്ന കലോത്സവത്തിലാണ്, സ്റ്റേറ്റ് കലോത്സവത്തിലാണ് ആദ്യമായിട്ട് പങ്കെടുപ്പിക്കുന്നത്. അത് ഹയർ സെക്കൻഡറി ഗേളായിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പെൺകുട്ടിയായിരുന്നു. നീലാഞ്ജന എന്നാണ് കുട്ടിയുടെ പേര്. കുട്ടി എൻ്റെ അടുത്ത് ഒരു 3-4 വർഷമായിട്ട് തുള്ളൽ പഠിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഈ 3 വർഷമായിട്ട് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ തുള്ളൽ അധ്യാപകൻ ഞാൻ തന്നെയാണ്. ഈ വർഷത്തെ കലോത്സവം വളരെ മികച്ച നിലവാരമുള്ള മത്സരമാണ്. എല്ലാ വർഷവും അതെ, നല്ല നിലവാരം പുലർത്തുന്ന കുട്ടികളും നല്ല നിലവാരം പുലർത്തുന്ന പെർഫോമൻസും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തുള്ളലിൻ്റെ ഒരു ഭാവി ഈ കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കലോത്സവങ്ങളിലൂടെ വന്ന ഒരാളാണ്. കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തുള്ളൽ പഠിക്കുന്നത്. കലോത്സവങ്ങൾക്ക് വേണ്ടി പഠിച്ചു. പിന്നീട് തുടർന്ന് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ വിദ്യാഭ്യാസത്തോടൊപ്പം ഞാൻ തുള്ളലിനെ കൂടെ കൂട്ടി. ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസവും തുള്ളലും എൻ്റെ എല്ലാം ഒരുമിച്ച് ഒരു വഴി കൂടി, ഒരു പാതയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് തുള്ളൽ അഭ്യസിക്കുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഒരു കഴിവ് പോലെ ഇരിക്കും. കാര്യം ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കലോത്സവം ആകുമ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, 1 മാസം കൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ആ കുട്ടിയുടെ കാലിബർ അനുസരിച്ച് ആണ് ഇത് പഠിക്കുന്നതിൻ്റെ കാലാവധി നിശ്ചയിക്കാൻ പറ്റുക. അല്ലാതെ അങ്ങനെ ഒരു സമയപരിധിയൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ചിലവ് വന്നിട്ട് ഒരു വേദിക്ക് ഒരു പക്കവാദ്യവും ചൊല്ലിയാട്ടം, ഇടയ്ക്ക, വേഷം എല്ലാം കൂടി ചേർത്തിട്ടൊരു 10-15,000 രൂപയുടെ ഓളം ചിലവ് വരുന്നൊരു ഐറ്റമാണിത്. കലോത്സവം എന്ന് പറയുന്നത് ഒരു വികാരമാണത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മത്സരിക്കുന്ന കാലം മുതൽ ഇന്ന് കുട്ടികളെ മത്സരിപ്പിക്കുമ്പോൾ വരെയും ഇവിടെ വന്നിരിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അത് കലോത്സവം തന്നെയാണ്. കാര്യം നമ്മളെ എന്തോ ആകർഷിക്കുന്ന തരത്തിൽ എന്തോ ഒന്ന് അത് ഈ കലോത്സവങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇതിന് ഇപ്പം എല്ലാ വർഷവും വിചാരിക്കാറുണ്ട്. ഇപ്പം ഡിഗ്രി പഠിക്കുന്ന സമയത്തും PG പഠിക്കുന്ന സമയത്തുമൊക്കെ സമയം കിട്ടാറില്ല. കാര്യം അതും നോക്കണം ഇതും നോക്കണം, എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി, കലോത്സവമൊക്കെ ഒഴിവാക്കി, പിന്നെ അതൊക്കെ പഠനത്തിന് ശേഷം കലോത്സവത്തിലേക്കൊക്കെ വരാമെന്നുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഇതിലേക്ക് അങ്ങ് വഴുതി വീഴുകയാണ്. കലോത്സവത്തിൻ്റെ ഓർമ്മകൾ 1-2 ഓർമ്മകൾ കൊണ്ട് തീരൂല. അതൊരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. അതിലേത് പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം കലോത്സവം ഇന്ന് ഈ നിമിഷവും ഒരു ഓർമ്മയാണ്. അത് കലോത്സവത്തിൻ്റെ ആ ഒരു വൈബിൽ വരുമ്പോൾ ഭയങ്കര രസകരമായ ഒന്നായിട്ട് തന്നെ കണക്കാക്കാം. തുള്ളൽ പഠിക്കാനായിട്ട് ഇപ്പം ധാരാളം കുട്ടികൾ വരുന്നുണ്ട്. എനിക്ക് തന്നെ തിരുവനന്തപുരം ജില്ലയിലൊരു 7 കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ കൊല്ലം ജില്ലയിലും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ധാരാളമായിട്ട്, കുഞ്ഞു കുട്ടികൾ, UP ക്ലാസ് മുതലുള്ള കുട്ടികൾ ധാരാളമായിട്ട് പഠിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര രസമാണ് ഈ വേഷം കെട്ടുക, പച്ച തയ്ക്കുക, കിരീടം വയ്ക്കുക എന്നൊക്കെ പറയുന്ന കുട്ടികൾക്ക് ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. പിന്നെ അവരുടെ പാഠപുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനെ കൂടുതൽ അടുത്തറിയുക എന്ന് പറയുന്നത് വളരെ അഭിമാനമുള്ളൊരു കാര്യമായിട്ട് കുട്ടികൾ കാണുന്നത് കൊണ്ട് കുട്ടികൾ ധാരാളം വരുന്നുണ്ട്.
പ്രത്യേകിച്ച് പെൺകുട്ടികൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പം ആൺകുട്ടികളുടെ എണ്ണം തുലവും കുറവാണ് എന്നുണ്ടെങ്കിലും പക്ഷേ കൂടുതൽ കുട്ടികൾ മത്സരിക്കുന്നത് ജില്ലാതലം വരെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മത്സരിക്കുന്നത് പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ്. അവരാണ് കൂടുതൽ, എനിക്ക് തോന്നുന്നു, കുറച്ച് കൂടുതൽ ഇതിനോട് താല്പര്യമുള്ളത്. കലോത്സവത്തിന് ശേഷം തുള്ളൽ കൊണ്ടുപോകുന്ന, അത് എന്നെപ്പോലെ അല്ലെങ്കിൽ തുള്ളൽ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ധാരാളം കുട്ടികളുണ്ട്. അതിൽ ഞാൻ കോഴിക്കോട് കൊണ്ടുപോയ നീലാഞ്ജന എന്ന് പറയുന്ന കുട്ടി ഇപ്പോഴും തുള്ളൽ പഠിക്കുന്നുണ്ട്, തുള്ളൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ എൻ്റെ കീഴിൽ തന്നെ തുള്ളൽ നിരന്തരം അഭ്യസിക്കുന്നു, കലോത്സവം അല്ലാതെ തന്നെ അഭ്യസിച്ച് അവതരിപ്പിച്ച് പോരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് തുള്ളൽ അഭ്യസിക്കുന്നത് ഈ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള അരുൺ എന്ന് പറയുന്നൊരു ആശാൻ്റെ കീഴിലാണ്. അവിടെ നിന്നാണ് ഞാൻ ഒരു കലോത്സവ വേദിയിൽ വെച്ച് ദൃശ്യ ടീച്ചറെ കാണുന്നത്. അങ്ങനെ ദൃശ്യ ടീച്ചറെ കണ്ടു. ദൃശ്യ ടീച്ചറല്ല, ദൃശ്യ ചേച്ചിയാണ്. ചേച്ചി എന്നാണ് വിളിക്കാറുള്ളത്. ഞങ്ങൾ തമ്മിൽ ഒരു ചേച്ചി അനിയൻ ബന്ധമാണ്. അങ്ങനെ ഒരു കലോത്സവ വേദിയിൽ വെച്ചിട്ട്, തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഒരു കലോത്സവ വേദിയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ദൃശ്യ ചേച്ചിയെ കാണുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ആധികാരികമായി തുള്ളൽ അഭ്യസിക്കാൻ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഞാൻ ചേച്ചിയുടെ ശിഷ്യനാണ്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേറ്റ് കലോത്സവത്തിൽ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഞാനും കൊല്ലം ജില്ലയിൽ നിന്ന് ചേച്ചിയും കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്. തുള്ളലിപ്പോൾ കുഞ്ചൻ നമ്പ്യാരാശാൻ ഒരുപാട് കഥകൾ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥകളിൽ വളരെ ചുരുക്കം കഥകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, വേദിയിൽ അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വേദിയിൽ സ്ഥിരം അവതരിപ്പിക്കപ്പെടാത്ത കഥകളെ വേദിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷവും പുതിയ കഥകൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തുള്ളലിൽ തന്നെ ഒരു റിസർച്ച് ചെയ്യണം എന്നാണ്. തുള്ളലിൽ തന്നെ ഒരു PhD നേടണം എന്നൊരാഗ്രഹമുണ്ട്. അതിലേക്ക് കൂടെയുള്ള ശ്രമത്തിലൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.